സൃഷ്ടാവായ ബ്രഹ്മാവ് ഒരിക്കൽ ആകാശത്തു നിന്നും ഒരു താമരപ്പൂവ് ഭൂമിയിലേക്ക് ഇടുന്നു. അതിന്റെ ഒരു ഇതൾ വന്ന് വീഴുന്ന സ്ഥലത്ത് ഒരു തടാകം രൂപപ്പെട്ടു. ആ തടാകത്തിന്റെ തീരത്തിരുന്ന് ബ്രഹ്മാവ് അസുരനായ വജ്രനാഭനെ നശിപ്പിക്കുവാനായി യജ്ഞം നടത്തുന്നു. യജ്ഞത്തിന് ബ്രഹ്മാവിന്റെ ഭാര്യയായിരുന്ന സരസ്വതി ദേവി എത്താൻ വൈകിയപ്പോൾ അദ്ദേഹം ഗായത്രി എന്നൊരു സ്ത്രീയെ വിവാഹം കഴിച്ച് കൂടെ കൂട്ടി. അവിടെ ഇരുന്ന് യജ്ഞം പൂർത്തീകരിക്കുകയും ചെയ്തു. ഇത് കണ്ടുവന്ന സരസ്വതി ദേവി കോപത്താലും വേദനയാലും ബ്രഹ്മാവിനെ ശപിച്ചു. താങ്കളെ പൂജിക്കുവാൻ ഭൂമിയിൽ ഇനി ഇവിടെ മാത്രമേ ക്ഷേത്രമുണ്ടാവുകയുള്ളൂ. ബ്രഹ്മാവിന്റെ കയ്യിലെ താമരയിതൾ വന്നു വീണുണ്ടായ തടാകമാണ് രാജസ്ഥാനിലെ പുഷ്കർ. സരസ്വതി ദേവിയുടെ ശാപം ഏറ്റുവാങ്ങി പുഷ്കറിൽ മാത്രമായി പരിമിതപ്പെട്ട ബ്രഹ്മാവിന്റെ ക്ഷേത്രവും ഇവിടെ തന്നെ. ഇറ്റ്സ് മീ ഷബിൻ ഷംസുദ്ദീൻ. എന്റെ എല്ലാ കുടുംബക്കാർക്കും രാജസ്ഥാനിലെ പുഷ്കറും അവിടുത്തെ ക്യാമൽ ഫെസ്റ്റിവലിലും ഒക്കെ കാണുന്ന യാത്രയിലേക്ക് സ്വാഗതം. നമ്മളപ്പോൾ പുഷ്കർ കാണാൻ വേണ്ടി ഇറങ്ങും കേട്ടോ. മുടിയൊക്കെ നോക്കി ബിഗ് വെച്ച പോലായി ഹെൽമെറ്റിൻ്റെ അടിയിൽ ഇരുന്ന്. അപ്പോൾ നമ്മൾ താമസിച്ചത് ഇപ്പം ഈ കാണുന്ന ഈ ഒരു ഹോട്ടൽ എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു ഹോസ്റ്റലാണ് കേട്ടോ. ഒരാൾക്ക് 200 രൂപ ചിലവ് വന്നിട്ടുള്ളൂ. ഒരു റൂമാണ് 500 രൂപയ്ക്ക് കിട്ടും. അത്യാവശ്യം വൃത്തിയുള്ളൊരു പരിപാടിയാണ്. അതിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ ലേക്കുണ്ട്. അപ്പം ആ ഒരു വ്യൂവും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ലേക്കിനോട് ചേർന്നിട്ട് ഒരു പാലമുണ്ട്. ആ പാലം കയറിയിട്ടാണ് ഈ മേള നടക്കുന്ന സ്ഥലത്തോട്ട് നമ്മൾ പോകുന്നത്. മേള നടക്കാന്ന് വെച്ചാൽ ജയൻബിയിലും അങ്ങനെ ഇങ്ങനെയൊക്കെ വെച്ചിട്ടുള്ള എന്താ പരിപാടികളൊക്കെ ഇല്ലേ, നമ്മുടെ സാറിന് നാട്ടിൽ മേളകളൊക്കെ നടക്കത്തില്ലേ, അപ്പം അങ്ങനത്തെ പരിപാടിയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് വേറൊരു സ്ഥലത്താണ് ഈ ഒട്ടകത്തെയും കുതിരേനെയൊക്കെ കൊണ്ടുവന്നിട്ട് ആൾക്കാർ വിൽക്കുന്നൊരു പരിപാടിയുണ്ട്. അതാണ് ശരിക്കും ഈ പുഷ്കർ മേളയുടെ ഒരു ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ അതാണ്. ഫസ്റ്റ് ആയാലും നമുക്ക് ആ മേളയുടെ കാഴ്ചകൾ കണ്ടിട്ടേ. ഈ പുഷ്കർ ലേക്കിൻ്റെ റിലവൻസിനെ പറ്റി ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. ഈ ലേക്കിൻ്റെ സൈഡിലായിട്ട് 52 ഘട്ടുകളുണ്ട്. ഘട്ടുകളെന്ന് വെച്ചാൽ ആ ലേക്കിൻ്റെ പടവുകൾ കയറി മുകളിൽ വന്നിട്ട് ഇവർക്ക് പൂജകൾ ചെയ്യാൻ വേണ്ടിയൊക്കെയുള്ളൊരു സെറ്റപ്പ്. അപ്പോൾ നമ്മളിങ്ങനെ ഈ ലേക്കിന് ചുറ്റും നടക്കുമ്പോൾ അങ്ങനത്തെ ഘട്ടുകൾ കാണും. ഘട്ടുകളുടെ സൈഡിൽ അഗോരീസും സാധൂസും ഒക്കെ ഉണ്ടാകും കേട്ടോ. ഡ്രസ്സൊന്നും ദേഹത്ത് കാണില്ല. പിന്നെ ഇവർ ഗഞ്ച അതൊക്കെ സ്മോക്ക് ചെയ്യുന്നു. അങ്ങനത്തെ വേറെ തന്നെ ഒരു പ്രത്യേക ടൈപ്പ് ഒരു സാധനം കാണാൻ പറ്റും. നമ്മൾ വാരണാസിയിലൊക്കെ കാണുന്ന ടൈപ്പ്. കാര്യം അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലേക്കാണിത് ബ്രഹ്മാവുമായിട്ട് ബന്ധപ്പെട്ട്. ഈ പല പല സൈഡിൽ നിന്ന് ആൾക്കാർ, അഘോരികളും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഇവിടെ വന്നിട്ട് ഈ ഒരു മെഡിറ്റേഷൻ ചെയ്യാന്നുള്ളത് ഇവിടുത്തെ ഒരു നോർമൽ സംഭവം കേട്ടോ. അതും പുഷ്കർ മേളയുടെ പാർട്ടായിട്ടാണ് ഇവർ കൂടുതലും ഇവിടെ എത്താറ്. നമ്മുടെ 3 ഇരട്ടി വെള്ളത്തിന് കഴിഞ്ഞിരിക്കുന്നു. സ്മൈൽ 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 स्माइल नहीं, कुछ नहीं, कदम कदम चार्ज नहीं है. അഴിച്ചിടൂ. കുറുമ്പിയാ കുറുമ്പി. ഇവരെന്ന് വെച്ചാൽ ഇങ്ങനെ കുറേ ആൾക്കാരോട് ഉണ്ടാകും. ഫോട്ടോഗ്രാഫേഴ്സിനൊക്കെ എക്സ്പെക്ട് ചെയ്ത് വരുന്നവരാണ്. അപ്പം അവരുടെ നിന്ന് എന്തെങ്കിലും പൈസയൊക്കെ മേടിച്ചിട്ട് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്ത് കൊടുക്കും. അങ്ങനെ നമുക്ക് നാം പരമേശ്വർ. അങ്ങനെ ആൾക്കാരൊക്കെ ഒന്ന് പരിചയപ്പെടുന്നുണ്ട്. ക്യാമറയൊക്കെ തൂക്കി നടക്കുമ്പോൾ ചോദിക്കുന്നുണ്ട്, എന്തൊക്കെയൊക്കെ മറുപടി പറയുന്നുണ്ട്. പക്ഷെ അവർക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്ക് പയ്യെ മനസ്സിലായി. तो वीडियो का बना रहे, मैं तो मजाक करो. हमने माँ बाप परिवार सब छोड़कर हम साधु बने. करोड़ों की संपत्ति ठोकर मारकर हमें कितनी परेशानी से हम गुजर रहे. हमारी को मदद करो नहीं, सेवा करो नहीं, സഹായता करो नहीं. तुम हमारा फोटो ले जाओ, तुम्हें शर्म नहीं आती? നമ്മൾ ഈ അഘോരികളും സാധുക്കളും ഒക്കെ ഇരിക്കുന്ന സ്ഥലത്ത് ചെല്ലുമ്പോൾ നമ്മളോട് ആദ്യമേ സ്നേഹമായിട്ടൊക്കെ വർത്താനം പറയും. അത് സ്നേഹമായിട്ട് നല്ലതാണോ പറയുന്നതെന്ന് മനസ്സിലാക്കാനുള്ള ഹിന്ദിയുടെ പരിജ്ഞാനം ഇല്ലാത്തതുകൊണ്ട് അറിഞ്ഞുകൂടാ. നമ്മൾ ചിരിച്ചുകൊണ്ടിരിക്കും. അവസാനം പൈസ കൊടുത്തില്ലെങ്കിൽ ഒരു തെറി പറയും. അപ്പോൾ നമ്മൾ പൈസ ഇട്ടിട്ട് പോകും. അതാണ് ഇവിടെ പൊതുവായിട്ട് നടക്കുന്നത് കേട്ടോ. ഞങ്ങളതിൻ്റെ ഒരു മൂർധന്യാവസ്ഥയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വെറുതെ ഒന്ന് നടക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. മേളയ്ക്ക് പോകുന്ന വഴിക്ക് ഇതിലൊക്കെ കയറിയപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നുള്ളൂ കേട്ടോ. ഇங்கே വാടാ, ഇங்கே വാടാ, ഓട്ടോ 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 ഇരുന്നോ. അങ്ങനെ പോകുന്ന വഴിക്ക് ഫുഡ് കഴിക്കുന്ന ഒരു സെറ്റപ്പ് ഉണ്ട്. പബ്ലിക്കായിട്ട് എല്ലാവർക്കും ഫ്രീ ആയിട്ട് കൊടുക്കുന്ന. ഒന്ന് കയറി നോക്കാം. പൂരിയും വെജിറ്റബിൾ കറിയും കൊള്ളാട്ടോ. ഞാൻ എൻ്റെ വാരണാസി പോകണമെന്നൊക്കെ കുറേ ആയിട്ട് ആഗ്രഹിക്കുന്നതാണ്. അതിൻ്റെ ഒരു വേറൊരു വേഷനായത്.
നമ്മളിപ്പോൾ ഉള്ളത് റിയൽ പുഷ്കർ മേള ക്യാമൽ ഫെയർ നടക്കുന്ന സ്ഥലത്താണ് കേട്ടോ. അതായത് നമ്മുടെ ആ ഒരു പുഷ്കർ മേള നടക്കുന്ന ഗ്രൗണ്ടില്ലേ, അവിടുന്ന് കുറച്ച് ഒരു 1.5 കിലോമീറ്റർ മുമ്പിലോട്ട് വരുമ്പോഴത്തേക്കും വലിയൊരു ഗ്രൗണ്ടുണ്ട്. ആ ഗ്രൗണ്ടിൽ ഇവർ ടെൻ്റൊക്കെ അടിച്ച് പല പല ഗ്രാമങ്ങളിൽ നിന്ന് ഇവർ എന്താവും ഇവരുടെ ഒട്ടകങ്ങളും കുതിരകളും ബാക്കിയുള്ള മാടുകളും ഒക്കെ ഇവിടെ വന്ന് ടെൻ്റ് അടിച്ച് ഇവിടുന്ന് വിൽക്കുക, ഇവിടുന്ന് മേടിച്ചുകൊണ്ട് പോവുക. അതാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ചരിത്രം. അത് പിന്നീട് കാലം കഴിയും തോറും മേളകളായി ഒത്തിരി ആൾക്കാർ വരാൻ തുടങ്ങി, പുറത്തുനിന്നുള്ളവർ വരാൻ തുടങ്ങി, കച്ചവടക്കാരല്ലാതെ ടൂറിസ്റ്റുകൾ വരാൻ തുടങ്ങി, ഇത് കാണാൻ വേണ്ടി നാട്ടുകാർ വരാൻ തുടങ്ങി. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ സംഭവം ഭയങ്കര പോപ്പുലറായി. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ഒറിജിൻ തുടങ്ങിയേക്കുന്ന സ്ഥലം ഇതാണ് കേട്ടോ. ഇവിടെ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ നിറച്ചു ഒട്ടകങ്ങളുണ്ട്, പിന്നെ കുറേ കുതിരകളും പിന്നെ കോടികൾ വിലയുള്ള മാടുകളൊക്കെ ഉണ്ട്. അതിലിപ്പോൾ പോത്ത്, കുതിര അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ട്. നല്ലൊരു സൺസെറ്റിൻ്റെ സമയത്തൊക്കെ ഇവിടെ വരുന്നെങ്കിൽ കിട്ടില്ല കാഴ്ചകളാണ്. നല്ല ഫ്രെയിമാണ്. നമ്മൾ ബൈക്കൊക്കെ കൊണ്ടുവന്ന് ഒരു മലയുടെ മുകളിൽ വെച്ചിട്ട് അവിടെ നിന്ന് കുറേ വിഷ്വലൊക്കെ എടുത്തിട്ടോ കുറേ കാഴ്ചകളൊക്കെ കണ്ടു. പിന്നെ ഇതിൽ കൂടെ ഒക്കെ നല്ല വണ്ടി ഓടിച്ച് പോകാനൊക്കെ പ്രത്യേക മൂഡാണ്. അപ്പോൾ ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ ഞാൻ പെട്ടെന്ന് കാണിച്ചു തരാം. ഓക്കെ, भाई अच्छी भी हो मत अभी एक भाई आ जाओ कोई भी ऐसे बोलो नोट बना दो ഒരുതരം പായലിൻ്റെ അടിയിലുണ്ടാകുന്ന ഒരു കായ. നാം ക്യാ? സിങ്കോട. ഞാൻ പൊട്ടിച്ചതാ. സിങ്കോട പൊങ്ങ് പോലിരിക്കുന്നത്. ആ പച്ചക്കപ്പ. പിന്നെ ഇവിടുത്തെ വേറെ സംഭവം അറിയാം, നമ്മളിങ്ങനെ ക്യാമറ ഒക്കെ ആയിട്ട് നടക്കുന്നതെങ്കിൽ ആൾക്കാർ ഓടി വന്നിട്ട് നമ്മളോട് ഭയങ്കരമായിട്ട് കൂട്ടുകൂടും. പ്രത്യേകിച്ച് ചെറിയ കുട്ടികൾ കൂട്ടുകൂടി ചിരിച്ച് കളിച്ച് നമ്മളോടൊക്കെ ഒന്ന് ഫോട്ടോ എടുക്കും, അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് ഫോട്ടോ എടുപ്പിക്കും. എന്നിട്ട് പൈസ ചോദിക്കും. കൊടുത്തില്ലെങ്കിൽ ഒരു ഫോണൊക്കെ തട്ടിപ്പെടുത്തി ഡിലീറ്റ് ചെയ്യാനുള്ള പ്രവണതയൊക്കെ കാണിക്കും. അപ്പോൾ ഇവിടുത്തെ ഒരു കോമൺ ആയിട്ട് നടക്കുന്ന കാര്യമാണ്. അപ്പോൾ നമ്മൾ ഒട്ടകത്തിൻ്റെ ഒക്കെ അടുത്ത് ഫോട്ടോ എടുക്കാൻ പോയാലും അടുത്താരും കാണുകയില്ല. നമ്മൾ എടുത്ത് കഴിയുമ്പോഴത്തേനും ആരെങ്കിലും വന്നിട്ട് പൈസയൊക്കെ ചോദിക്കും കേട്ടോ. കുഴപ്പമില്ല, 10 രൂപ ഒക്കെ കൊടുത്താൽ മതി, വലിയ കാര്യമൊന്നുമില്ല. ഞാൻ നിങ്ങളുടെ ഒരു ഇൻഫർമേഷൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, നമ്മൾ ആ മേള നടക്കുന്ന സ്ഥലത്തൂടെ അകത്തൂടെ നടക്കുക കേട്ടോ. ഒരു രക്ഷയില്ല, അലമ്പ. നമ്മൾ നേറ്റീവ് പറയുന്ന മോശമായിട്ട് കരുതിയാലും കുഴപ്പമില്ല. ഇവിടുത്തെ യുവജനങ്ങൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര മോശമാണ്. നമുക്കിട്ടൊന്ന് തട്ടുന്നു, തലേന്ന് തൊപ്പി എടുത്തുകൊണ്ട് പോകുന്നു, അങ്ങനെ ആയിട്ട് കുറേ അലമ്പ് പരിപാടികളുണ്ട്. അത്ര നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. അപ്പോൾ ഇവിടെ വന്നിട്ട് രാത്രിക്കൊന്നും സേഫായിട്ടല്ല, ഇങ്ങനത്തെ ഇങ്ങോട്ട് വരുന്ന അത്ര സേഫായിട്ടുള്ള പരിപാടിയല്ല. വരാതിരിക്കുക, രാവിലത്തെ പരിപാടിയൊക്കെ അറ്റൻഡ് ചെയ്യുക, പിന്നെ സന്ധ്യക്കൊക്കെ വന്ന് കണ്ടിട്ട് പോവുക. രാത്രിയാകുമ്പോൾ എല്ലാവരും ഇറങ്ങി അടിച്ച് പണ്ടാരടങ്ങി എടുക്കുക. ഭയങ്കര നെഗറ്റീവ് പരിപാടിയാണ്. ഓക്കെ, ഈ പുഷ്കർ മേളയുടെ വൈകിട്ടത്തെ പരിപാടി പേഴ്സണലി എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടിട്ടില്ല. നിങ്ങൾക്കോ? എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. ഒട്ടും ബിബിളിൻ്റെ തൊപ്പിയൊക്കെ ഒരുത്തം തട്ടിക്കളഞ്ഞു, നമ്മൾ പിടിക്കുക അടിക്കാനൊക്കെ നമ്മളെ തള്ളാനൊക്കെ വന്നിരുത്. അപ്പോൾ അങ്ങനെ നമ്മൾ പേഴ്സണലി അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷെ ആ രാവിലത്തെ വൈബ്, നമ്മൾ ആ സൺസെറ്റ് പോയതൊക്കെ അടിപൊളി. ആ ഒട്ടകത്തിൻ്റെ ഫെയറില്ലേ, അവിടുത്തെ ഒരു വൈബ് ഇഷ്ടപ്പെട്ടു. നൈസാണ് ആ സൺസെറ്റിൻ്റെ ലൈറ്റും കാര്യങ്ങളും. പിന്നെ ആ ലേക്കിൻ്റെ സൈഡ് വശവും
ആ പരിപാടിയൊക്കെ കുറച്ചൊന്ന് ഇഷ്ടപ്പെട്ടു. നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ വന്നു കഴിഞ്ഞാൽ അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെടുമെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ചാൻസ് കുറവാണ് ഈ ഒരു പരിപാടി. ബാക്കിയൊക്കെ നൈസാ. ടു ബി ഫ്രാങ്ക് കേട്ടോ, ഉള്ളത് പറയണമല്ലോ. അതുകൊണ്ടാണ് ഇപ്പം നമ്മൾ വീഡിയോ കണ്ടിട്ട് ഭയങ്കര അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ വന്നിട്ട് ഇവിടെ നെഗറ്റീവ് ഉണ്ടായ നമ്മളെ തെറി വിളിക്കുക. അതുകൊണ്ട് പറഞ്ഞു കേട്ടോ. ഇനി ഇവിടുത്തെ മെയിൻ സംഭവം നടക്കുന്നത്, അതായത് പുഷ്കർ മേള ഒറിജിനലി ഉണ്ടായ ഒരു സ്ഥലമുണ്ടല്ലോ. പല പല ഗ്രാമങ്ങളിൽ നിന്ന് മാടുകളെ, അതായത് ഒട്ടകങ്ങളുണ്ടാവും, കുതിരകളുണ്ടാവും, വലിയ പോത്തുകളുണ്ടാവും. ഇവയൊക്കെ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യും, ഒരു ഗ്രൗണ്ടിൽ അവർ തമ്പടിച്ച് അവിടെ കിടക്കും. തമ്പെന്ന് പറഞ്ഞാൽ നമ്മുടെ ടെൻറ്റില്ലേ, ടെൻറ്റൊക്കെ അടിച്ച് അവിടെ തന്നെ ഫുഡൊക്കെ വെച്ച് അവിടെ കാര്യങ്ങളൊക്കെ ഒരു 10-12 ദിവസം അവിടെ ആയിരിക്കും നടക്കുന്നത്. എന്നിട്ട് പുറത്തുനിന്നുള്ള ആൾക്കാർ വന്നിട്ട് ഇവയെ മേടിക്കും. ഇതിലെന്ന് പറഞ്ഞാൽ ഭയങ്കര വിലയുള്ള കുതിരകളുണ്ട്, പോത്തുകളുണ്ട്, വലിയ ഒട്ടകങ്ങളുണ്ട്. ഇതിൽ ഇൻട്രസ്റ്റിംഗ് കാര്യം എന്താ അറിയോ, 72 കോടിയുടെ ബുർജ് ഖലീഫ എന്ന് പറഞ്ഞ കുതിര ഇവിടെ വിൽക്കാനും പ്രദർശനത്തിനൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ ഇവിടെ ഉണ്ടോയെന്ന് അറിയത്തില്ല, തപ്പി എടുക്കണം. പിന്നെ 12 കോടി, 1 കോടിയുടെ പോത്ത്, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ ഐറ്റംസ് ഉണ്ട്. അപ്പോൾ എല്ലാം കഴിഞ്ഞു. ഇന്ന് ലാസ്റ്റ് ഡേ ആണ്. അപ്പോൾ ഇവിടുത്തെ അവസാനഘട്ട പരിപാടിയിലാണ്. എല്ലാവരും കെട്ടൊക്കെ അഴിച്ചിട്ട് പോകുന്ന സമയമാണ്. അപ്പോൾ ഇവിടെ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ കാണിച്ചു തരാം. ഓക്കെ, ഇത് പഞ്ചാബിൽ നിന്നുള്ള കുതിരയാണ്. 65 ലക്ഷം രൂപ. നല്ല രസമുണ്ടല്ലോ കാണാൻ. വെള്ള കുതിര, ചിവിട്ട സാധനം അല്ലേ. ഇത് ഒരു മാർവാടിയുടെ കുതിരയാണ്. 1 കോടി രൂപയ്ക്ക് മേളിലാണ് ഇതിൻ്റെ വില എന്ന് പറഞ്ഞത്. എനിക്ക് മസിലൊക്കെ കണ്ടതിൻ്റെ. ഞാൻ ഇത്രയും വലിയ കുതിര ആദ്യമായിട്ട് കാണുക. ചെറിയ ടീമൊന്നും 1 കോടി രൂപയുടെ കുതിര എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഡിഫൻഡർ എടുക്കാം. ഇതാണ് ഗൈസ് ബുർജ് ഖലീഫ. 72 കോടി. എൻ്റെ അമ്മോ, കിട്ടുന്ന സാധനമായിരിക്കല്ലേ, ഉറക്കുമായിട്ട്. എന്തായാലും ബുർജ് ഖലീഫയെ കാണാൻ പറ്റി. 72 കോടി രൂപയുടെ കുതിര. എൻ്റെ അമ്മോ, ശരിക്കും വീഡിയോയിൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല. കാര്യം ഭയങ്കര മസിലൊക്കെയാണ്. നമ്മൾ കാട്ടുപോത്തിനെ കാണത്തില്ലേ, അമ്മാതിരി ഒരു സാധനം. കൊള്ളാട്ടോ അല്ലേ. 72 കോടി. എത്ര ഡിഫൻഡർ മേടിക്കാം അല്ലേ? 50 ഡിഫൻഡർ മേടിക്കാം. അയ്യോ, എല്ലാം അറിയുന്നുണ്ടോ? 72 കോടിയുടെ കുതിരയൊക്കെ നിൽക്കുന്നു. ഭജോ നാം ക്യാ ഹൈ? कटरीना കത്രീന. കിത്തനെ റുപ്യ? 51 लाख 51 लाख. ഓക്കെ. അപ്പോൾ ഈ പുഷ്കർ മേള നടക്കുന്നതിന് ഒരു 3-4 ദിവസം മുമ്പ് വരുവാണെങ്കിൽ ഇവർ പല ഗ്രാമങ്ങളിൽ നിന്ന് ഒട്ടകമായിട്ട് വരുന്ന കാഴ്ചകളും എല്ലാം ഇവിടെ നിന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പിന്നെ ഒരു വൈബുള്ളൊരു സ്ഥലമാണ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ മറ്റേ ഗായത്രി മാതായുടെ ടെമ്പിളൊക്കെ ഒരു മലയുടെ മേളിലിരിക്കുന്ന കാണാം. അങ്ങോട്ടേക്ക് കേബിൾ കാറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പം നമ്മൾ ഇരിക്കുന്നത് ഇതിൻ്റെ അവസാന ദിവസമാണ്. ഇന്നത്തോടെ പുഷ്കർ മേള കഴിയുവാണ്. Niai gulu ada, niai gulu. Three पुष्कर है ना? Yes. हाँ. Old Pushkar, हाँ. New Pushkar, छोटा Pushkar. वो मेला वाला ग्राउंड New Pushkar. न्यू. पुराना पीछे. हो. Elephant inside, one more elephant. 1, 2, 3. This is grandfather making. 75 years old is make this piece. चिन्ना एलिफेंट. Chinna elephant inside. ओ ഇത് കിട്ടുന്ന പരിപാടി കേട്ടോ. Look, owl. Inside owl, one more inside owl. ഇത് മറ്റേ ഗ്രാനൈറ്റ് മാർബിളൊക്കെ കുത്തിയെടുക്കുന്ന സാധനമാണ്. കുടുംബമായിട്ട് ചെയ്യുന്ന പരിപാടിയാന്ന് പറഞ്ഞത്. ഈ ആനയ്ക്കുള്ളിൽ വേറൊരു ആനയുണ്ട്. അതായത് പൊട്ടിക്കാതെ അതിൻ്റെ അകത്ത് വേറൊരു ആന കൂടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പുള്ളിയുടെ ഗ്രാൻഡ് ഫാദർ ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കിത്തനെ റുപ്യ? कौन सा वाला? 1500. 1500. നല്ല ഉണ്ട് കേട്ടോ. ഇതിൻ്റെ അകത്ത് നോക്കി ഇതിൻ്റെ അകത്ത് ആന ഇരിക്കുന്നതാണ്. നമുക്കിനി രാജസ്ഥാനിലെ നമ്മളിപ്പോൾ പുഷ്കറിലാണ് നിൽക്കുന്നത്. പുഷ്കറിലെ ഫേമസ് ആയിട്ടുള്ള ഒരു ഫുഡ് ഐറ്റം ട്രൈ ചെയ്താലോ? അത് രാജസ്ഥാനിൽ മാത്രമല്ല കേട്ടോ, മധ്യപ്രദേശിലും മറ്റ് നോർത്ത് സ്റ്റേറ്റുകളിലൊക്കെ ഫേമസ് ആയിട്ടുള്ള ഒരു ഫുഡാണ്. ദാൽ വാദി ചൂർമ എന്നാണ് അതിൻ്റെ പേര്. നമ്മൾ ആ മേള നടക്കുന്ന ഗ്രൗണ്ടിൻ്റെ അടുത്ത് അങ്ങനെ ഒരു കട കണ്ടുപിടിച്ച് അവിടെ അത് കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ദാൽ വാദി ചൂർമ.
ये दाल है, ये बाटी है, इसमें 20 ग्राम घी डाला है, ये गार्लिक चटनी है, ये मिर्ची का कुट्टा है और ये नींबू और प्याज है। ठीक है, इसको मिक्स करके खाना है और ये जैसे हाथ से खाओगे तो ज़्यादा टेस्टी लगेगा, जैसे दाल चावल खाते वैसे खाओ। ഈ ഡാൽ ബാട്ടി കുറുമ എന്ന് പറഞ്ഞാൽ ഡാൽ നിങ്ങൾക്കറിയാലോ, പരിപ്പ്, അതാണ് ഇവിടെ കൊണ്ടുവച്ചേക്കുന്നത് ഒരു കുടത്തിൽ. പിന്നെ ബാട്ടി എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ വായിച്ചപ്പോൾ ചപ്പാത്തിയുടെ ബ്രെഡില്ലേ അത് പൊടിച്ചാണ് കണ്ടത്, അതായത് ബീറ്റ. പിന്നെ ഇതിനകത്തൊരു നെയ്യ് ഒഴിക്കും, നെയ്യ് ഒഴിച്ച് കഴിഞ്ഞിട്ട് മറ്റേ മുളക് ചമ്മന്തി ഉണ്ട്, തക്കാളിയൊക്കെ കൂട്ടി, ഇതെല്ലാം കൂടെ കൂട്ടി ഒരു സവാരി ഗിരിഗിരി അടിയുണ്ട്. ഇവിടുത്തെ രാജസ്ഥാനിലെ ഫേമസ് ഫുഡാണെന്ന് പറഞ്ഞത്. പിന്നെ നമ്മളിവിടെ വന്നപ്പം ഈ നാരങ്ങ പിഴിഞ്ഞ് സവോളയിൽ ഒഴിച്ച് തിന്നുന്ന സംഭവം നമുക്കൊരു അഡിക്റ്റ് ആയിട്ടുണ്ടല്ലേ. അതില്ലാതെ പറ്റത്തില്ല. പിന്നെ മുളകും, അത് രണ്ടും ഒരു മസ്റ്റ് സാധനമാണ്. ഉപ്പുമാ, ഗോതമ്പിൻ്റെ ഉപ്പുമാവിൻ്റെ വെച്ചു. ഈ ഉണ്ടാണ് കേട്ടോ ബാട്ടി എന്ന് പറഞ്ഞ സാധനം, ഒരു പൊടിച്ചിട്ട് അതിന് തരുന്നതുകൊണ്ടാണ്. ഇതുണ്ടോ മറ്റേ ഗോതമ്പിൻ്റെ എന്തോ സാധനം ചുട്ടെടുത്ത് ഇങ്ങനെ വെച്ചേക്കാം, അതിൻ്റെ ഇത് പൊടിക്കണ്ടേ. ഗോതമ്പുണ്ടല്ലേ, ഗോതമ്പുണ്ട, അതും പരിപ്പും പരിപാടിയാണ് ലിറ്ററലി. അടുപ്പല്ലേ ഇത്? ഇതിൻ്റെ സംഭവം എന്താ വെച്ചാൽ നമ്മളൊരു ദോശക്കല്ല് പോലത്തെ സാധനമുണ്ട്, അതിൻ്റെ താഴെ ഒരു ട്രേ ഉണ്ട്, നമ്മുടെ ഓവനൊക്കെ പോലെ. അതിൻ്റെ അകത്തോട്ട് ഈ ഗോതമ്പിൻ്റെ ഉണ്ട ഉരുട്ടി വെച്ചിട്ട് അവിടുന്ന് ചുട്ടെടുക്കുവാണ്. എണ്ണ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ പരിപ്പ്, ചട്നി, അങ്ങനെ ഇങ്ങനെയൊക്കെ നല്ല സാധാരണ ആൾക്കാരായിരുന്നു. അപ്പോൾ നമുക്കെല്ലാം കാണിച്ചൊക്കെ തന്നു. അവിടെ നിന്ന് നമ്മൾ കഴിച്ച് ഇതൊക്കെ ഷൂട്ട് ചെയ്ത് പുറത്തിറങ്ങിയപ്പോഴാണ് അവിടെ രണ്ടുപേരും ഇത് കഴിക്കുന്നുണ്ട്. അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അതിങ്ങനെ കഴിക്കുന്നതെന്ന് പറഞ്ഞു. അതായത് ഫുള്ള് പൊടിച്ചിട്ടേ മറ്റൊരു കഞ്ഞി പോലെ ആക്കും ഈ പരിപ്പൂടെ വെച്ചിട്ട്, എന്നിട്ട് അത് തിന്നുന്നത്. നമ്മൾ കുഴച്ച് ഉപ്പാവ് പോലെയല്ല തിന്നത്, ശരിക്കും അങ്ങനെ അല്ല അത് കഴിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ദാൽ ബാത്തി ചുർമ അതിൻ്റെ കഥ കേട്ടോ. ഇതിൻ്റെ വിലയെപ്പറ്റി പറയുകയാണെങ്കിൽ ഒരു പ്ലേറ്റിന് 120 രൂപ കേട്ടോ. അതിൽ ഈ പറഞ്ഞ പോലെ മറ്റേ വാതി എന്ന് പറഞ്ഞ സാധനമില്ലേ, അത് അൺലിമിറ്റഡാ. അതിന് എക്സ്ട്രാ പൈസ നമുക്ക് എത്ര ചോദിച്ചാലും തരും. അപ്പോൾ ഒരു പ്ലേറ്റിൻ്റെ റേറ്റാണ് അത് ചാർജ് ചെയ്യുന്നത്, 120. ഓക്കെ, അതിലില്ലാതെ തന്നെ പിന്നെ ഇവിടെ നടക്കുമ്പോഴത്തേനും മെയിനായിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ ഈ തന്തൂരി അല്ലേ, ആക്ച്വലി മൺകപ്പി ചായ തരുന്നേ ഉള്ളൂ. നമ്മൾ മധുരമില്ലാതെ കുടിക്കണം പറയണം എന്നൊക്കെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. വിത്തൗട്ട് ഷുഗർ എന്ന് പറഞ്ഞാൽ മനസ്സിലാകുന്നില്ല. കിക്കി അതാണ് പറയേണ്ടത്, കിക്കി എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞാൽ മധുരമില്ലാത്ത ചായ കിട്ടും കേട്ടോ. ഓക്കെ, ഇന്ന് വൈകിട്ട്, അതായത് അമാവാസി കഴിഞ്ഞിട്ട് പൗർണമിക്ക് മുമ്പുള്ള 2 ദിവസം, അതായത് പൗർണമിയുടെ ദിവസവും അതിന് മുമ്പുള്ളൊരു ദിവസം. അപ്പോൾ 2 ദിവസം ഇവിടെ ഭയങ്കര പ്രത്യേക ആരതിയും കാര്യങ്ങളും, ലോകത്തിൻ്റെ പല ഭാഗത്തുനിന്ന് ആൾക്കാർ വരുന്ന പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിനി എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്ന അതാണ് ആ ഒരു ആരതി കാണാൻ പോവുകയാണ് പുഷ്കർ ലേക്കിലുള്ളത്. ഈ പുഷ്കർ മേളയുടെ അവസാനത്തെ 2 ദിവസം പല ഭാഗത്തുനിന്ന്, ഇന്ത്യയുടെ പല ഭാഗത്തുനിന്ന് ഒത്തിരി ആൾക്കാർ ഇവിടെ വരും. അതിൻ്റെ പുറകിലത്തെ കഥ എന്ന് വെച്ചാൽ ആ ഒരു ദിവസം ബ്രഹ്മാവും അദ്ദേഹത്തിൻ്റെ പത്നിയും ഇവിടുത്തെ ഈ ലേക്കിൽ വന്നിട്ട് സ്നാനം ചെയ്തു എന്നും പൂജകൾ ചെയ്തു എന്നും ഒക്കെയുള്ള ഒരു വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയുടെ പല ഭാഗത്തുനിന്ന് കുറേയധികം ആളുകൾ വന്നിട്ട് ഈ പുഷ്കർ മേളയുടെ അവസാനത്തെ 2 ദിവസം ഇവിടെ തിക്കിക്കൂടുന്നത്. അന്ന് ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ. ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലമാണ് ഗട്ട് കേട്ടോ. അതായത് ഇവിടുന്ന് ഒരു സ്റ്റെപ്പ് ഇട്ടിട്ടുണ്ടാകും, സ്റ്റെപ്പിൽ നിന്ന് ഇറങ്ങി ലേക്കിലേക്ക് ഡയറക്റ്റായിട്ട് ഇറങ്ങാൻ പറ്റുന്നൊരു സ്ഥലം, അതാണ് ഗട്ട് എന്ന് പറയുന്നത്. അങ്ങനത്തെ 52 ഗട്ടുകളുണ്ട് ഈ പുഷ്കർ ലേക്കിന് ചുറ്റും. അതിൽ ഫേമസ് ആയിട്ടുള്ള കുറേ എണ്ണമുണ്ട്. ബ്രഹ്മഘട്ടുണ്ട്, ഗാന്ധി ഘട്ടുണ്ട്, പിന്നെ വരാഹ ഘട്ട്, അങ്ങനെ പറഞ്ഞ 52 ഘട്ടുകളുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഇരുന്നാണ് ഇവർ പൂജകളും കാര്യങ്ങളും സ്നാനങ്ങളും എല്ലാം ചെയ്യാറ് ഈ ഘട്ടുകളിലൂടെ ആയിരിക്കും കേട്ടോ. എൻ്റെ ബാക്കിൽ കാണുന്നതാണ് ലോകത്തിലെ ഒരേ ഒരു ബ്രഹ്മാവിൻ്റെ ക്ഷേത്രം കേട്ടോ. പക്ഷെ നമുക്ക് അങ്ങോട്ട് ക്യാമറ അലൗഡ് അല്ല, അതുകൊണ്ട് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി ഒരു വഴിയില്ല കേട്ടോ. ഇവിടുന്ന് കണ്ട് തൃപ്തിയാണെങ്കിൽ അതേ പറയാനുള്ളൂ.